ഗുഹാമനുഷ്യൻ എങ്ങനെയാണെന്ന് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു അലാറം ക്ലോക്ക് വാങ്ങാൻ ഗുഹാമനുഷ്യൻ അന്ന് ശേഷിയില്ലായിരുന്നു. അയാൾക്ക് കൃത്യസമയത്ത് ഉണരാൻ കഴിയുമോ എന്നത് പൂർണ്ണമായും കാലാവസ്ഥ ആശ്രയിച്ചിട്ടായിരുന്നു. അന്ന് സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്റ്റലിന് കയർ കരിയിച്ച് മുറിക്കാൻ സാധിക്കുമായിരുന്നു. തുടർന്ന് ഒരു ചെറിയ ഇടിയോടെ അയാൾക്ക് പെട്ടെന്ന് ഉണരാൻ കഴിഞ്ഞിരുന്നു. ഇതൊരു അലാറം ക്ലോക്കിനേക്കാൾ ഫലപ്രദമായിരുന്നില്ല ഗൈസ്. കുളിക്കുന്ന സമയത്ത് അയാൾ ആനയെ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് സഹായിക്കാൻ അനുവദിച്ചു. ഷേവിംഗ് ചെയ്യാൻ അയാൾ ക്രോക്കോഡൈൽ ബ്രാൻഡ് റേസർ ഉപയോഗിച്ചു. അത് അത്രയധികം വൃത്തിയുള്ളതായിരുന്നു. അയാളുടെ ഭാര്യ ഒരു കല്ല് ചട്ടിയെടുത്തു. അന്നത്തെ പ്രഭാത ഭക്ഷണം വറുത്ത ഡിനോസർ മുട്ടയായിരുന്നു. അഴുക്കുചാൽ നിർമ്മാർജ്ജന സംവിധാനം മാറ്റിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഉടനെ തന്നെ അയാൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് കാട്ടുപന്നിയുടെ വായ്ക്കുള്ളിൽ കൈയിട്ട് നോക്കി. ഒരു കോഴിക്കാല് തൊണ്ടയിൽ കുടുങ്ങിയതായിരുന്നു പ്രശ്നമെന്ന് അന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നീട് പുറത്തേക്ക് പോകുമ്പോൾ അയാൾ ഒരു ഒറ്റച്ചക്ര BMW-ലായിരുന്നു പോയിരുന്നത്. ഇതിന്റെ ഇന്ധന ഉപഭോഗം വെറും ദിനോസർ മുട്ട മാത്രമായിരുന്നു. ബ്രേക്ക് ഇടുന്നത് കാലുകൾക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ഗുഹാമനുഷ്യൻ നീളമുള്ള കഴുത്തുള്ള ദിനോസറുകളെ പോലും മെരുക്കി അവയെ പാലങ്ങളായി ഉപയോഗിച്ചിരുന്നു. ഇനി അവർക്ക് ദൂരയാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറക്കുന്ന ടെറോസോറുകളിൽ യാത്ര ചെയ്യാമായിരുന്നു. സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായിരുന്നു. ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നോ ഗൈസ്? കമന്റ് ചെയ്യണേ.